പി ബസന്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അതേസമയത്തിന് അവിടെ യോഗം നടക്കുന്നുണ്ട്. CJP നേതാക്കളുമായിട്ടുള്ള കേന്ദ്ര പ്രതിനിധികളുടെ യോഗം ഒരിടത്ത് നടക്കുകയും ചെയ്യുന്നു. ബസന്ത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമരത്തിലേക്ക് കോൺഗ്രസ് എത്തിയത് അവസാന നിമിഷം തന്നെയാണ്. അവർ ഈ സമരത്തിന്റെ ഭാഗമാവുകയും പ്രൊട്ടസ്റ്റിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ രാഹുൽ ഇപ്പോൾ സംസാരിക്കുമ്പോഴും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോഴും ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ഇനിയും സമരം ചെയ്യാൻ, ഇനിയും ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മുന്നോട്ട് പോകാൻ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടെ എത്രമാത്രം ഊർജ്ജമേകുന്നു ഈ ജൻസികൾ തീർത്ത ഈ വിപ്ലവം എന്നുള്ളതാണ്. കോൺഗ്രസ് ഇതിൽ വളരെ കാലതാമസമൊന്നും ഉണ്ടായില്ല. ഏതാനും ദിവസത്തെ ഒരു താമസം ഉണ്ടായിരുന്നു. മറ്റു പാർട്ടികളൊക്കെ വന്നതിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ കോൺഗ്രസ് വന്നു. അതിൽ ഈ പറയുന്ന CJPയുടെ പിന്നിൽ ആര് എന്നുള്ളൊരു സംശയമാണ് കോൺഗ്രസിനെ ഇപ്പോഴും വലയ്ക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അതിലെ കാര്യത്തിൽ ഭിന്നതയുണ്ട്. ഇന്ത്യ സഖ്യ യോഗത്തിൽ അത് പരസ്യമായി വരികയും ചെയ്തതാണ്. അതായത് ഇതിന് പിന്നിൽ ആര് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ആ ഒരു നിലപാട് വന്ന ശേഷം പക്ഷേ പിന്നീട് പ്രതിപക്ഷത്തെ അതായത് ഇന്ത്യ സഖ്യത്തിൽ തന്നെ മറ്റ് കക്ഷികളൊക്കെ തന്നെ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായി കോൺഗ്രസ് സജീവമായി തന്നെ രംഗത്തിറങ്ങി. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ആ ഒരു ധർണ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കരുതണം. അതായത് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന പാർട്ടി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സജീവമായി ഒരു പ്രധാനമന്ത്രിയുടെ വീട്ടിൻ്റെ മുന്നിലേക്ക് തന്നെ ഒരു മാർച്ച് നടത്തുന്നത് ഈ സമരത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗവൺമെൻറ്റിനെ നേരിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ നേരിടുന്നു എന്നുള്ളൊരു സന്ദേശം അവിടെ വന്നതോടുകൂടിയാണ് ഈ സമരത്തിലേക്ക് വളരെ സജീവമായ പ്രതിപക്ഷ ശ്രദ്ധ വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ രാഹുൽ ഗാന്ധി അന്ന് രാത്രി നടത്തിയത് ഒരു വലിയ തോതിലുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. അല്ലെങ്കിൽ അതൊരു റെസിസ്റ്റൻസിൻ്റെ എല്ലാവിധ മുഖവും അതിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് ധർണ നടത്തുന്നത്. 2 മുഖ്യമന്ത്രിമാരും ആ സമരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ബാക്കി എല്ലാ അവകാശവാദങ്ങളും അവിടെ നിലനിൽക്കുമ്പോഴും അതിനുശേഷം ഈ വിഷയത്തിൽ ഒരു തർക്കമുണ്ടായിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിൽ. നമ്മളത് മറന്നുകൂടാ. അതായത് കോൺഗ്രസ് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സമരം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ തന്നെ എല്ലാ കക്ഷികളുടെയും പിന്തുണയോട് കൂടിയാണ് പിന്നീട് ഗാന്ധി സ്മൃതിയിൽ അത്തരത്തിലൊരു സമരത്തിന് രാഹുൽ ഗാന്ധി നേരിട്ട് നേതൃത്വം നൽകിയത്. അത് ഒരു വീഴ്ചയാണ്, ഇനി അത് ഞങ്ങൾ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ആ യോഗത്തിൽ, ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്ന് പുറത്തു പോയതും പിറ്റേ ദിവസം ഗാന്ധി സ്മൃതിയിൽ നടന്ന യോഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. ആ MP-മാരുടെ നേതൃത്വത്തിലാണ് ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടന്നത്. അപ്പോൾ ഇതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പ്രതിപക്ഷം നേരിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആം ആദ്മി പാർട്ടിയെ മാറ്റി നിർത്താം, അവർക്ക് മറ്റ് ചില അജണ്ടകളുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ പാർട്ടികളും, കോൺഗ്രസും ഇടതുപക്ഷവും കൈകോർക്കുന്ന ഒരു വലിയ കാഴ്ച, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ MP-മാരും ഒന്നിച്ചണിചേർന്നുകൊണ്ട് ഗാന്ധി സ്മൃതിയിലേക്ക് നടത്തിയ മാർച്ച് ഒരുപക്ഷെ സർക്കാരിന് അതും ഒരു തിരിച്ചറിവാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വലിയൊരു മൂവ്മെൻറ്റ് വരുന്നു എന്നുള്ളത് ഈ പറയുന്ന വിദ്യാർത്ഥികളും ഇന്ത്യയിലെ പ്രതിപക്ഷവും പലപ്പോഴും പല സമരങ്ങളുടെ ഭാഗമായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഉണ്ടാകാറുണ്ടെന്ന് പറയുമ്പോഴും അതിന്റെ അവസാനത്തേക്ക് എത്തുമ്പോഴും അതിലുണ്ടാകുന്ന കാലതാമസം, അതിലെടുക്കേണ്ടി വരുന്ന തയ്യാറെടുപ്പുകൾ, ചർച്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കാലയളവിൽ ഉടനീളവും. പക്ഷേ ഈ ഒരു സമരത്തിന്റെ കാര്യം വന്നപ്പോൾ വിദ്യാർത്ഥി സമൂഹം, യുവത നേരിട്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കൊപ്പം ചേർന്നു. ഈ പറഞ്ഞ പോലെ ആരാണ് CJPക്ക് പിന്നിൽ എന്നുള്ളതിന്റെ സംശയവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒപ്പം ചേർന്നു. ഏറ്റവും പരമപ്രധാനമായി അവരുടെ ആവശ്യത്തിനൊപ്പം എന്നുള്ളതാണ്.